Thank you, MES and Shamim sir, for this opportunity. എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല? നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സർ, റെഡിയാണ് സർ. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ സെഷനിലേക്ക് നേരിട്ട് കിടക്കാം. മൊബിലൈസിംഗ് ബിസിനസ് ഫോർ ദ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ് ഇന്ന് ഇനി ഏൽപ്പിച്ചിട്ടുള്ള ടോപ്പിക്. ആക്ച്വലി ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഈ ടോപ്പിക്കിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മീൻ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് ആൻഡ് ഡ്യൂറിങ് കോവിഡ് ഈ ഒരു ടോപ്പിക് എന്നും ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ കോവിഡ് വന്നപ്പോൾ ആ ടോപ്പിക്കിന് റെലവൻസ് വളരെയധികം കൂടി. കാരണം മുമ്പ് ഇതുവരെ കണ്ടു ശീലിക്കാത്ത ഒരു രീതികളിലാണ് കാര്യങ്ങളെല്ലാം ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നിങ്ങൾ സെലക്ട് ചെയ്തത് വളരെ നല്ലൊരു വിഷയമാണ്. ആൻഡ് വിൽ ഗോ ത്രൂ ഇറ്റ്. ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ലോകം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ലോകത്തുള്ള എല്ലാ ബിസിനസ് അക്രോസ് ദ വേൾഡ് ഈ കോവിഡ് കാരണം കൂടെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സുകൾ ഗ്ലോബലിലുള്ള ബിസിനസ്സുകൾ എഫക്ട് ചെയ്തതെന്ന് മാത്രമല്ല, ഒരു ബിസിനസിന്റെ എൻറ്റയർ ചെയിൻ, അതിന്റെ സപ്ലൈ ചെയിൻ എന്ന് പറയപ്പെടുന്ന എൻറ്റയർ ചെയിൻ എഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല രീതിയിലായിട്ട്. കസ്റ്റമേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഈ കോവിഡ് ചേഞ്ചിന്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത്. ഇതുവരെ കമ്പനികൾ ശീലിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ അല്ല ഇപ്പോഴുള്ള കസ്റ്റമർ. ദേ ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ദാറ്റ് ബേസിക് തിങ് ചേഞ്ചസ് എവറിഥിങ്. ഇപ്പോൾ കേരളത്തിലെ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 2016 ശേഷം അവര് ഓരോ വർഷം ഓരോ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2016 ഡിമോണിറ്റൈസേഷൻ വന്നു, ബിസിനസ്സുകൾ വളരെ സീരിയസ്ലി അഫക്റ്റഡ് ആയി. നെക്സ്റ്റ് ഇയറിൽ GSTന്റെ ഇംപ്ലിമെന്റേഷൻ വന്നപ്പോൾ അതും ഒരുപാട് ചെറുകിട ബിസിനസ്സുകളെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വന്ന പ്രളയങ്ങളും ഫ്ലഡ്സ്, നിപ, പിന്നെ 2019 എൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ 2020 ബിഗിനിങ്ങിലാണ് കേരളത്തിൽ എഫക്ട് ചെയ്യാൻ തുടങ്ങിയത്. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വിഷയവും പിന്നെ കേരളത്തിലെ ബിസിനസ്സുകാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ കോവിഡിന്റെ തേർഡ് വേവ് വരും എന്നാണ് പറയുന്നത്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കുന്നതനുസരിച്ചിരിക്കും ഇനി ഭാവിയിലുള്ള ബിസിനസ്സുകാരുടെ ഇനിയും ഉള്ള അവർ പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്യുമോ, അതോ അതിൽ റിലാക്സേഷൻ വന്ന് അവർക്ക് ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് വരും മാസങ്ങളിലേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് കോവിഡിന്റെ ആ ഒരു വ്യാപനം ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. എന്നിരുന്നാൽ പോലും there is silver lining. കാരണം പല ബിസിനസ്സുകൾ, ഒരുപാട് ബിസിനസ്സുകൾ പ്രയാസത്തിലാണെങ്കിലും ചില ബിസിനസ്സുകൾ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അതിന് അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ സെഷന്റെ മെയിൻ ടോപ്പിക്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ബിസിനസ്സുകൾ ഈ സമയത്തും നല്ലപോലെ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളാണ് സൂം എന്ന് പറഞ്ഞ കമ്പനി. സൂം ആക്ച്വലി കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ കോവിഡ് വന്നതോട് കൂടിയിട്ട് അവർ എക്സ്ട്രോർഡിനറി സക്സസിലേക്ക് പോയി. അതേപോലെ തന്നെ ഓൾറെഡി സക്സസ്ഫുൾ ആയിരുന്ന ആമസോൺ പോലത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വലിയ രൂപത്തിൽ 10 കൊല്ലം കൊണ്ടൊക്കെ അവർ അച്ചീവ് ചെയ്യേണ്ട മാർക്കറ്റ് പെനിട്രേഷൻ അവർക്ക് 1-2 മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂ മന്ത്സിൻ്റെ ഉള്ളിൽ അവർക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഒരു ലോക്കൽ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സാണോ നമ്മുടെ നാട്ടിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സ്വീകരിച്ചത്, അതേപോലെ തന്നെ അവരുടെ സർവീസസ് ഇ-കൊമേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഹോം ഡെലിവറി സിസ്റ്റംസോ ഫോളോ ചെയ്തത്, ആ ബിസിനസ്സുകൾക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നോക്കി കാണാൻ പറ്റും, ചില ഗ്രോസറീസ് ഒരിക്കലും അവർ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടില്ല. അവരുടെ സാധനം ഓൺലൈനിൽ അവൈലബിൾ അല്ല, വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ എത്തിക്കില്ല. ബിക്കോസ് അയാളെ സമയത്തോളം ആ കടയിൽ അയാളും ചിലപ്പോൾ വേറൊരാളും കൂടി ഉണ്ടാവുള്ളൂ. കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കട പൂട്ടേണ്ടി വരും. പക്ഷെ അതല്ലാതെ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരാൻ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, വാട്സാപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്സ്, ഫിഷ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇതുപോലെ പല സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു അവസരമായി വന്നിട്ടുണ്ട്. പുതിയ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു അവസരം ഒരുക്കി കൊടുത്തു. ചില ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോഫിറ്റ് സെയിൽസ് കൂട്ടിയിട്ടല്ല ഈ കോവിഡ് കാലം അവർ യൂട്ടിലൈസ് ചെയ്തത്. അവർ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലാണ് അവർ ഫോക്കസ് ചെയ്തത്. അതായത് ചില ബിസിനസ്സുകൾ റിയലൈസ് ചെയ്തു
ഈ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് ഇത്രയധികം സ്റ്റാഫ് വേണ്ട എന്നുള്ളത്. അങ്ങനെ അവർ സ്റ്റാഫുകളെ കുറക്കാൻ തുടങ്ങി. കാരണം കോവിഡ് വന്നപ്പോൾ പിന്നെ സ്റ്റാഫുകളുടെ എണ്ണം കുറക്കേണ്ടി വന്നു. പിന്നെ വീണ്ടും തുറന്നപ്പോൾ തന്നെ അത് 50% പാടുള്ളൂ, 25% പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ലെസർ സ്റ്റാഫിനെ വെച്ചുകൊണ്ടുള്ള എക്സ്പെരിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്ര സ്റ്റാഫിന്റെ ആവശ്യമുള്ളൂ, നിലവിലുള്ള ആൾക്കാരെ ഇന്ന രൂപത്തിലൊന്ന് റീപൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആണെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അത് പല ബിസിനസ്സുകൾക്കും വളരെയധികം പോസിറ്റീവ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, പല ബിസിനസ്സുകളും അവരുടെ പിന്നെ എത്ര സ്റ്റാഫ് വേണം, എത്ര സൈസ് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഒരു വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അവർ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരെ കോമ്പറ്റീറ്ററിന്റെ അവസ്ഥ എങ്ങനെയാണോ അത് കോപ്പി അടിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യണം. അപ്പോൾ കോമ്പറ്റീറ്ററിന് 10,000 സ്ക്വയർ ഫീറ്റ് ഷോറൂം ഉണ്ട്, അപ്പോൾ നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റ് ഷോറൂം വേണം. അവർക്ക് അവിടെ 100 എംപ്ലോയീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് 100 എംപ്ലോയീസ് വേണം. അപ്പോൾ അവരൊരിക്കലും ഒരു വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പുതിയ ബിസിനസ് ആൾക്കാർ തുടങ്ങുന്നത്. ജസ്റ്റ് കോപ്പിങ്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇതിന് പകുതി സ്റ്റാഫിന് വെച്ചിട്ടും അല്ലെങ്കിൽ പകുതി ഏരിയ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. ആൻഡ് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ വന്ന വേറെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി പിന്നെ ഷോറൂം ബേസ്ഡ് അല്ലാത്ത ബിസിനസ്സുകളുണ്ടല്ലോ, ഇപ്പോൾ ഓഫീസ് ബേസ്ഡ് ബിസിനസ്, IT കമ്പനീസ്, നമ്മളെ പോലത്തെ കൺസൾട്ടിങ് ഫേംസ്, ഈ വക ഫേംസിനൊക്കെ റിയലൈസ് ചെയ്തു നമുക്ക് എല്ലായിടത്തും ഓഫീസസിന്റെ ആവശ്യമില്ല, എല്ലായിടത്തും വലിയ വലിയ ഓഫീസസിന്റെ ആവശ്യമില്ല, മറിച്ച് സ്റ്റാഫിന് അവരെ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് അറ്റ് ഹോം വളരെയധികം കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് വന്നു. മുമ്പ് 10,000 1,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഓഫീസുകൾക്കൊക്കെ ചിലപ്പോൾ 10% 20%ലേക്കൊക്കെ അവരെ പിന്നെ ഓഫീസ് സൈസുകൾ പിന്നെ കുറക്കാം എന്നുള്ളത് അവർ പഠിച്ചു. കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അവർ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ അവർക്ക് വാടക ഇനത്തിൽ വലിയൊരു എക്സ്പെൻസ് കുറയാണ്. കൂടാതെ വലിയ വലിയ ഓഫീസുകൾ ഉണ്ടാക്കുമ്പോൾ സെറ്റപ്പ് ചെയ്യുന്ന പിന്നെ ഇന്റീരിയർ കോസ്റ്റ് സേവ് ചെയ്യാണ്, ഫർണിച്ചർ കോസ്റ്റ് സേവ് ചെയ്യാണ്. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് അവർ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം ഇനിയും പല കമ്പനികൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പ്രാക്ടീസ് നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പരമാവധി അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തന്നെ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കോവിഡ് കൊണ്ടുണ്ടായിട്ടുള്ള വലിയ ചേഞ്ചസ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടെങ്കിലും ഈ ഒരു പിന്നെ പ്രതിസന്ധിയിൽ ഓപ്പർച്യൂണിറ്റി കണ്ട ബിസിനസ്സുകൾക്ക് ഇത് ആക്ച്വലി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകൾ ആ രൂപത്തിൽ പിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചില ബിസിനസ്സുകളിൽ ഭൂരിഭാഗം ബിസിനസ്സുകൾ അങ്ങനെ ഒരു ആ ഒരു ചേഞ്ചിലേക്ക് പോവാതിരുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടേഴ്സ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഷിഫ്റ്റ് അവർ ഫോളോ ചെയ്യാതിരിക്കാനുള്ള കാരണം. ഒന്ന് ആറ്റിറ്റ്യൂഡാണ്, രണ്ടാമത്തെ ബിസിനസ് മോഡലാണ്. അതായത് ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അധിക ബിസിനസ്സുകാരും മഹാഭൂരിപക്ഷം ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിൽ സെൽഫ് എംപ്ലോയിഡ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. സെൽഫ് എംപ്ലോയിഡ് ഓൺടർപ്രണേഴ്സ് അല്ല, അവർ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഈ സെൽഫ് എംപ്ലോയിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബേസിക്കലി ഒരു സ്വന്തം ബിസിനസിന്റെ ഒരു എംപ്ലോയി ആണ് അവർ. അതായത് നോർമൽ അവർക്ക് ബിസിനസ്സിനോട് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയൊരു സംഭവം ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അവർ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവർ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം ഒരു ജോലിയിൽ നിന്ന് കിട്ടൂല എന്ന് കാണുമ്പോൾ പിന്നെ അത് കിട്ടുന്ന വഴി വേറെ എന്താ ഉള്ളത്? അപ്പോൾ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പിൽ നമ്മൾ എന്തെങ്കിലും സെയിൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത നിലവാരം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവർ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന ടിപ്പിക്കൽ എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഐ മീൻ ദാറ്റ്സ് നോട്ട് എ വെരി ഗുഡ് മൈൻഡ് സെറ്റ് ഫോർ ദി എംപ്ലോയീസ് കുറെ കൂടി പ്രൊആക്റ്റീവ് ആവണം. പക്ഷെ അവർ ടിപ്പിക്കൽ ആയിട്ട് വരുന്ന ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിന്റെ ഉടമകളായിട്ടുള്ള ആൾക്കാരാണ് ഈ ബിസിനസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ പ്രതിസന്ധികൾ അവർ വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്യും. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് പാഷനേറ്റ് അബൌട്ട് ഹിസ് ബിസിനസ്. അതായത് അവർ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് അവർ ഒരിക്കലും പാഷനേറ്റ് അല്ല. അവരത് വെറും ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു മീൻസ് എന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്ന രീതി ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു മാനേജർ ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. ഒരിക്കലും ഒരു ലീഡർ എന്ന നിലയ്ക്കല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനോ അതിലേക്ക് ഫർദർ ഇൻവെസ്റ്റ് ചെയ്യാനോ കൂടുതൽ റിസ്ക് എടുക്കാനോ ബ്രാഞ്ച് ഇടാനോ സ്റ്റാഫിനെ ഇൻക്രീസ് ചെയ്യാനോ ഇതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരെ സമയത്തോളം പിന്നെ കിട്ടുന്ന റവന്യൂവിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, കോസ്റ്റ് കുറക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടോ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും സ്പെൻഡ് ചെയ്യൂല. അവരൊരിക്കലും അവരുടെ പിന്നെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യൂല. അവർ എക്സ്പാൻഷനോ ഡൈവേഴ്സിഫിക്കേഷനോ ഒന്നും പ്ലാൻ ചെയ്യൂല. കാരണം അവരെ സമയത്തോളം ഇപ്പൊ കിട്ടുന്ന സെയിലിൽ നിന്ന് കൂടുതൽ സെയിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്.
അവരൊരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല, അവരൊരിക്കലും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ദേ വോണ്ട് ഡിഫറെന്റ് റിസൾട്ട്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദ സ്റ്റാറ്റസ് കോ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുപോലെ തന്നെ ചെയ്യാം, പക്ഷെ എനിക്ക് ഡിഫറെന്റ് റിസൾട്ട് വേണം, എനിക്ക് കൂടുതൽ പണം വേണം എന്ന് മാത്രമാണ് അവരുടെ അവരെ കൺസേൺ ഏരിയ എന്ന് പറഞ്ഞത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പല സെൽഫ് എംപ്ലോയിഡ് ഓൺടർപ്രണേഴ്സും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ അവരുടെ മക്കള് അവരുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പോലും ഇല്ല. അവരൊക്കെ പലരും ആഗ്രഹിക്കുന്നത് മകൻ നല്ലപോലെ വിദ്യാഭ്യാസം നേടി വേറെ വല്ല ജോലി നേടി പോയിക്കോട്ടെ എന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടില് ഭൂരിപക്ഷം വരുന്ന നമ്മൾ കാണുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരു ലോട്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കുള്ള ഓൺടർപ്രണേഴ്സ്. ഓക്കെ, കാരണം ഒരു ഓൺടർപ്രണറിനെ സമയത്തോളം ഹി റിയലി ലവ്സ് ഹിസ് ബിസിനസ്. ആ ബിസിനസ് അയാളുടെ ലൈഫാണ്, ആ ബിസിനസ്സിൽ അയാളുടെ പാഷനാണ്. അയാൾ ഓരോ ദിവസവും ഉറക്കത്തിന് എണീക്കുന്നത് ഇന്ന് ബിസിനസ്സിൽ നല്ലൊരു കാര്യം ചെയ്യണം, നല്ലൊരു അച്ചീവ്മെന്റ് ചെയ്യണം, നല്ലൊരു ഡെവലപ്മെന്റ്. ഹി എൻജോയ്സ് ദാറ്റ് ആക്ട്. അവന്റെ ഹോബിയാണ് അവന്റെ ബിസിനസ്, അവന്റെ പ്ലഷറാണ് അവന്റെ ബിസിനസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ചാലഞ്ച് നേരിടുമ്പോൾ, ഓരോ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കാണാനുള്ള ഒരു ചലഞ്ചിങ് മൈൻഡ് ആയിരിക്കും, ഒരു അഡ്വഞ്ചറസ് മൈൻഡ് ആയിരിക്കും ഒരു ഓൺടർപ്രണർ ഉണ്ടാവുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളെ സമയത്തോളം ഓരോ ചലഞ്ചും വീണ്ടും അടുത്ത പ്രശ്നം വന്നു എന്നുള്ള നിലക്കായിരിക്കും അയാൾ ചിന്തിക്കുക. ഒരു ഓൺടർപ്രണർ സമയത്തോളം അയാൾക്കൊരു വിഷൻ ഉണ്ടാവും. അയാൾക്ക് ഈ കമ്പനീനെ ഇന്ന രൂപത്തിലേക്ക് എത്തിക്കണം, ഒരു 10 കൊല്ലം കൊണ്ട്, 20 കൊല്ലം കൊണ്ട്, 50 കൊല്ലം കൊണ്ട്, 100 കൊല്ലം കൊണ്ട് ഈ കമ്പനി ഇന്ന നിലയിലേക്ക് എത്തണം, ഇന്ന രൂപത്തിൽ അത് വാല്യൂ ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ധാരണ ഉള്ള ഒരാളായിരിക്കും. അയാളെ സമയത്തോളം ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതൊരു എൻഡ് അല്ല, അതൊരു മീൻസ് ആണ്. അയാളുടെ വിഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു മീൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാളിലും അയാളുടെ ടീമിലും അയാളുടെ ബിസിനസ്സിലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എക്സ്പാൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡൈവേഴ്സിഫിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അയാൾക്കൊരു കാര്യം അറിയാം, അയാളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രം ഈ കമ്പനി ഒരു പരിധിക്കപ്പുറം വളരൂല. കാരണം കമ്പനി വളരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കഴിവുള്ള ആൾക്കാർ വരണം. കമ്പനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാലം കൂടുമ്പോൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പുതിയ ചെറുപ്പക്കാർ ഇതിൽ കയറി വരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല അതോറിറ്റീസും ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വർക്ക് ചെയ്യേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ എംപ്ലോയീസ് ആയിരിക്കണം എന്നുള്ള ഡെലിഗേഷനിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. അല്ലാതെ അയാൾ മൈക്രോ മാനേജ് ചെയ്യില്ല. കമ്പനിയുടെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് നമ്മൾ മൈക്രോ മാനേജ്മെന്റ് ചെയ്യൽ അത്യാവശ്യമാണെങ്കിലും കമ്പനി വളർന്നിടത്തോളം ആ മൈക്രോ മാനേജ്മെന്റിന്റെ പെർസെന്റേജ് കുറയണം. മൈക്രോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചെറിയ കാര്യവും അന്വേഷിക്കുക, ഓരോ എംപ്ലോയിയും ചെയ്യണം, ഓരോ മൈന്യൂട്ട് ലെവലിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവർക്ക് നിർദ്ദേശം കൊടുക്കുക, അവർ ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് നോക്കുക. അതാണ് ഒരു മൈക്രോ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതൊരിക്കലും ഒരു ലീഡറിനെ സമയത്തോളം ശരിയല്ല. നമ്മുടെ എംപ്ലോയീസിന് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കണം, അപ്പോഴാണ് അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുള്ളൂ. അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓൺടർപ്രണേഴ്സ് ദേ വിൽ ബി റെഡി ടു ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടി അവർ തയ്യാറാണോട് കൂടി തന്നെ അവർ എപ്പോഴും ഫ്യൂച്ചറിലേക്കാണ് നോക്കുക. സെൽഫ് എംപ്ലോയിഡ് എപ്പോഴും പാസ്റ്റിലേക്കാണ് നോക്കുക, അല്ലെങ്കിൽ പ്രസന്റിലേക്കാണ് നോക്കുക. ഒരു ലീഡർ എപ്പോഴും ഫ്യൂച്ചറിലേക്കാണ് നോക്കുക. വരും കാലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റ് എങ്ങോട്ടാണ് നീങ്ങുന്നത്, പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, പുതിയ കസ്റ്റമറുടെ ടേസ്റ്റ് എന്തൊക്കെയാണ്. അപ്പൊ ആ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ആ ഫ്യൂച്ചർ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് വരേണ്ട ഒരു സംഗതി ആണെങ്കിൽ പോലും അന്നത് വരുമ്പോൾ അതിൽ ഞാൻ ലീഡർ ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക് ഇന്നെ ബിസിനസ്സിന് അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ അവർ ശ്രദ്ധിക്കും. അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോയിന്റ് ഓഫ് വ്യൂല് പ്രധാനമായിട്ടും ഉള്ള ഒരു ഡിഫറൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദ റൈറ്റ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഈ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അധിക ബിസിനസ്സുകാർക്കും എന്താണ് ശരിക്കും ഒരു ബിസിനസ് മോഡൽ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല. പലർക്കും അതിനെക്കുറിച്ച് അറിയാനില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോലും അറിയാതെ അതിന് നിങ്ങളൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ വേറൊരു ബിസിനസ് കോപ്പി അടിക്കുമ്പോൾ ആ ബിസിനസ് മോഡലാണ് നിങ്ങൾ കോപ്പി അടിക്കുന്നത്. അതിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബിസിനസ്സിൽ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഈ ബിസിനസ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസിന്റെ സർവൈവലും ഇങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അത് നേരിടാൻ ഒരു ബിസിനസ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിസിനസ് മോഡൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ചില ബിസിനസ്സുകൾ നമുക്ക് അറിയാലോ, വളരെയധികം കോമ്പറ്റീഷണൽ ഫീൽഡ് ആണെങ്കിലും അതേ സ്ട്രീമിലുള്ള ചില ബിസിനസ്സുകൾ സ്റ്റാൻഡിങ് ഔട്ട് ആയിരിക്കും. അവരെ സമയത്തോളം അവർ ആ ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ ഉണ്ടെങ്കിലും ബട്ട് ദേ ആർ ഡിഫറെന്റ്. അവർ ഒരു വേറെ ലെവലാണ്.
അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ ഒരു വേറെ ലെവലാണ്. അപ്പൊ ആ ലെവലിൽ നിൽക്കുന്നതാണ് ഒരു ഡിഫറെന്റ് അല്ലെങ്കിൽ യുണീക്ക് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനികൾ. ഈ ബിസിനസ് മോഡൽ ഒരു പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില മാർക്കറ്റിൽ ചില കോമ്പറ്റീഷൻ ഭയങ്കര ഡേർട്ടി ആയിരിക്കും, അതായത് വളരെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ വെൻ ദേ കീപ് ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ നോക്കുമ്പോൾ ഈ ഫൈറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും സെയിം സർവീസോ പ്രൊഡക്റ്റാണ് ഓഫർ ചെയ്യുന്നത്. അവരെല്ലാവരും സെയിം സർവീസാണ് ഓഫർ ചെയ്യുന്നത്, സെയിം രീതിയിലാണ് ഓഫർ ചെയ്യുന്നത്, സെയിം എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്, സെയിം ലോയൽറ്റി കാര്യങ്ങൾ കൊടുക്കുന്നത്, എവറിഥിങ് ഈസ് സെയിം. അങ്ങനെ വരുമ്പോൾ ഒരു കസ്റ്റമറെ സമയത്തോളം വൈ ഷുഡ് ഹി ചൂസ് എനി കമ്പനി ഓർ ദി അതർ? അവന്റെ വഴിയിൽ വരുന്ന ആദ്യത്തെ കമ്പനിയിലേക്ക് അവൻ കയറും, അല്ലെങ്കിൽ ആദ്യത്തെ ഷോറൂമിലേക്ക് അവൻ കയറും. കാരണം എവരിബഡി ഈസ് ദ സെയിം അല്ലെ? ഇവിടെയാണ് ബിസിനസ് മോഡൽ ഒരു ബിസിനസ്സിനെ വ്യത്യസ്തമാക്കുന്നത്. ആ വ്യത്യസ്തമാക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ബിസിനസ്സിന് ഈ കംപ്ലീറ്റ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക വിഭാഗം കസ്റ്റമർ സെഗ്മെന്റിന് വേണ്ടിയിട്ട് അവർ കസ്റ്റമൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട്, അതാണ് ബിസിനസ് മോഡൽ പ്രധാനപ്പെട്ട പോയിന്റ്, കസ്റ്റമൈസേഷൻ ടു യുവർ ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ്സ്. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തായി, ആ ഒരു ബിസിനസ്സിന് എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടും. അപ്പോൾ ഒരു ബിസിനസ് മോഡലില് 9 കമ്പോണൻസ് ആണ് ബിസിനസ് മോഡൽ ഉള്ളത്. ഓക്കെ, ഈ 9 കമ്പോണൻസിൽ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അത് കസ്റ്റമർ സെഗ്മെന്റ് ആണ്. ആരായിരിക്കണം നമ്മുടെ കസ്റ്റമർ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഒട്ടുമിക്ക ബിസിനസ്സുകാരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഷോപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ കടക്കാരൻ ആഗ്രഹിക്കുന്നത് കടന്റെ മുമ്പിൽ കൂടി പാസ് ചെയ്യണ ഏതൊരു വ്യക്തിയും എന്റെ കസ്റ്റമർ ആണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ വെരി റോങ് നോഷൻ. കാരണം നമ്മളൊരു മാർക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ കസ്റ്റമർ സെഗ്മെന്റ്സ്, കസ്റ്റമർ ഗ്രൂപ്പ്സ് എന്നാണ് പറയാം. ഇപ്പോൾ കസ്റ്റമർ സെഗ്മെന്റേഷൻ നമുക്ക് ഏജ് വൈസ് ആക്കാം. കുട്ടികള്, ടീനേജേഴ്സ്, യൂത്ത്, കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാർ, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെഗ്മെന്റേഷൻ. ഈ സെഗ്മെന്റിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യം പ്രായമുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്ത ഒരു കസ്റ്റമർ ഒരു ഷോപ്പ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും കളക്ഷൻ കൊടുത്ത് നോക്കേണ്ടത്, വിച്ച് വിൽ നോട്ട് ബി പ്രോഫിറ്റബിൾ. ഇനി ഈ സെഗ്മെന്റേഷൻ ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ സെക്സ്, ഈ സെഗ്മെന്റേഷൻ ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ റിലീജിയൻ, ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ, ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ എക്സ്പോഷർ, ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഈ സെഗ്മെന്റേഷൻ കാണാൻ പറ്റും. ഇതെല്ലാം ഒരു മാർക്കറ്റിൽ, ഒരു ചെറിയ അങ്ങാടിയിലാണെങ്കിലും ഒരു വലിയ ടൗണിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ മുമ്പിൽ ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ 100 പീപ്പിൾ ചിലപ്പോൾ പക്ഷേ 10, 20, 100 സെഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റേഷൻ കുറച്ചുകൂടി മൈക്രോ ലെവലിൽ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം സെഗ്മെന്റേഷൻ ഡീറ്റെയിലേക്ക് പോകുന്നോ അത്രത്തോളം നമ്മളുടെ പ്ലാനിങ് കറക്റ്റ് ആക്കാൻ പറ്റും. ചില കസ്റ്റമർ സെഗ്മെന്റ്, ഇപ്പൊ കുട്ടികളുടെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ പോലും ആ കുട്ടികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ പാരന്റ്സിന് ഇൻകം റേഞ്ച് ഒരു സെഗ്മെന്റേഷൻ ആയിട്ട് വരും. ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സ് ആയാലും അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ എക്സ്പോഷർ, അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഒരു ഏജ് റേഞ്ചിലേക്ക് മാറുമ്പോൾ പോലും അതിൽ ഒരുപാട് ഡീപ്പർ സെഗ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി നമ്മളെ കസ്റ്റമറിന്റെ പെക്യുലിയറിറ്റീസ് എന്തായിരിക്കണം എന്നുള്ളത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു കസ്റ്റമർ സെഗ്മെന്റ്, അതായത് ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇന്ന ഇൻകം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഷോപ്പാണ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറേയും കൂടി ആ കസ്റ്റമറെ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സ്, ഇത്രയും മൈക്രോ ലെവലിൽ നമ്മൾ പോയ കസ്റ്റമേഴ്സ്, അവരുടെ പെയിൻ എന്താണ്, അവരുടെ ഗെയിൻസ് എന്താണ്, അവർ ജീവിതത്തിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ അവർ എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ സാധാരണ പർച്ചേസ് നടത്തല്. ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പണി ചെയ്യാനുണ്ടാവും, ആ പണി ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസാണ് അവർ വാങ്ങുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, ആ പ്രയാസങ്ങൾ നീക്കാനുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസ് ആയിരിക്കും അവർ വാങ്ങുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഗെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വല്ല കാര്യങ്ങളുണ്ടാവും, അപ്പൊ അതിന് സഹായിക്കുന്ന പ്രൊഡക്റ്റും സർവീസും ആയിരിക്കും ആൾക്കാർ വാങ്ങുന്നുണ്ടാവുക. ഈ ഒരു 3 കാറ്റഗറിയിലാണ് ആൾക്കാരുടെ പർച്ചേസ് ഡിസിഷൻ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും മൈക്രോ ലെവലിലേക്ക് ഒരു കസ്റ്റമർ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഈ പെയിനും ഗെയിനും ടാസ്കുകളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായും അഡ്രസ് ചെയ്യുന്ന രൂപത്തിൽ, അതായത് നിങ്ങളുടെ ഷോപ്പിന് അവരുടെ പെയിൻസ് ഇല്ലാതാക്കാൻ പറ്റണം, അവരുടെ ഗെയിൻസ് അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റണം, അവരുടെ ടാസ്കുകൾ ഈസി ആയി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള
സർവീസോ പ്രൊഡക്റ്റോ ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഷോപ്പിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ അവർക്ക് 100% സ്റ്റോക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്, 100% എക്സ്പീരിയൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഷോപ്പിന്റെ ലോഗോ ആയാലും ശരി, ഇന്റീരിയർ ആയാലും ശരി, അതിന്റെ പിന്നെ ഒട്ടിക്കോൾ അതിന്റെ ബ്രാൻഡിങ് ആയാലും ശരി, അതിന്റെ പരസ്യം ആയാലും ശരി, അവിടുത്തെ കസ്റ്റമർ സർവീസ് ആയാലും ശരി, അവിടുത്തെ കസ്റ്റമേഴ്സിന് വെക്കുന്ന പ്രൊഡക്ട്സ് ആയാലും ശരി, ആഫ്റ്റർ സെയിൽ സർവീസ്, എവറിത്തിങ് ഈസ് കസ്റ്റമൈസ്ഡ് ടു ദെയർ ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഈ ഒരു കസ്റ്റമർ സെഗ്മെന്റ് നിങ്ങളിലേക്കാണ് വരിക. അപ്പൊ അതിന് ആദ്യം ഒരു കമ്പനി ചെയ്യേണ്ട ഒരു കാര്യം, നിലവിലുള്ള ബിസിനസ് ആണെങ്കിലും പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും ആദ്യം നിങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ആക്ച്വലി ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ എത്രത്തോളം പിന്നെ റെലവൻറ്റ് സൈസിലുണ്ട് എന്നുള്ളത് അറിയണം. അപ്പൊ ആ രൂപത്തിൽ നമ്മളൊരു പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് ആരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നോൺ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്. നോൺ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ആ പ്രൊഡക്റ്റ് ഒരു വിഭാഗം കസ്റ്റമേഴ്സ് സോറി, നെറ്റ്വർക്ക് ഒന്ന് ജസ്റ്റ് കട്ട് ആയി പോയി. കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് കട്ടായിരുന്നു, ഇപ്പൊ റീസ്റ്റാർട്ട് ആയി. കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ. അപ്പോ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ കസ്റ്റമേഴ്സിന് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ഈ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നോൺ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റും കൂട്ടിയിട്ട്, അതായത് നോൺ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിലവിൽ പല കാരണങ്ങളെ കൊണ്ടും, ചിലപ്പോൾ അത് പിന്നെ ഫിനാൻഷ്യൽ റീസൺസ് കൊണ്ടാവാം, ചിലപ്പോൾ അത് പിന്നെ ഒട്ടിക്കോൾ കൾച്ചറൽ റീസൺസ് കൊണ്ടാവാം, ചിലപ്പോൾ അത് അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടാവാം. ചില വിഭാഗങ്ങൾ ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നേ ഉണ്ടാവില്ല. അപ്പൊ ട്രഡീഷണലി ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ കോപ്പി ബിസിനസ്സുകളാവുമ്പോൾ അവരും ഇവരെ ഇഗ്നോർ ചെയ്യും. അപ്പോ ഈ നോൺ കസ്റ്റമർ സെഗ്മെന്റ് പെടുന്ന ആൾക്കാരെ മാർക്കറ്റ് സ്റ്റഡിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്താലാണ് ഒരു കമ്പനിന്റെ ഈ പ്രൊഡക്റ്റിൽ ആ പ്രൊഡക്റ്റ് ഇന്നവരെ യൂസ് ചെയ്യാത്തൊരു വിഭാഗം അത് യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു ബിസിനസിനെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേൾഡില് ഹെൻറി ഫോർഡ് മോഡൽ കാർസ് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഈ കാറുകളെല്ലാം കസ്റ്റം ബിൽഡ് ആയിരുന്നു. അതായത് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയായിരുന്നു ഓരോ കാറും. അതുകൊണ്ട് തന്നെ കാർസ് വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഹെൻറി ഫോർഡ് ഒരു പുതിയൊരു മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബൾക്ക് കാർ പ്രൊഡക്ഷനിലേക്ക് പോയത്. അതോട് കൂടിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾ അതുവരെ ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടിയായിരുന്നു. കുതിരവണ്ടിയുടെ അതിവിലക്ക് ഒരു കാർ വാങ്ങാൻ പറ്റുക എന്ന് വന്നപ്പോൾ അത് റെവല്യൂഷണറി ചേഞ്ച് ആയി. അമേരിക്കയിൽ എല്ലാ സാധാരണ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വീട്ടിലും കുതിര മാറിയിട്ട് വണ്ടിയാണ് ഒരു കാലഘട്ടം വന്നു. അപ്പൊ അത് ഇത്തരത്തിലുള്ള ഒരു നോൺ കസ്റ്റമർ സെഗ്മെന്റിനെ എക്സ്പ്ലോർ ചെയ്തതിന്റെ ഒരു ഫലമായിരുന്നു. ഇപ്പൊ നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ കാലത്തെ ഒരു ട്രെൻഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന ബൈക്സും കാർസും ആണ്. വളരെ റെയർലി നമ്മൾ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സംബഡി ഈസ് ഡൂയിങ് സംതിങ് ആൻഡ് അതുവഴി എല്ലാവർക്കും ഒരു വീട്ടിൽ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ഒരു സാഹചര്യം എത്ര കോസ്റ്റ് വരുന്നുള്ളൂ, അത്ര കൺവീനിയൻസ് വിഷയം വരുന്നുള്ളൂ എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഇമ്പാക്ട് ആയിരുന്നു ആ കാലത്തില് കുതിരവണ്ടിയിൽ നിന്ന് കാറിലേക്ക് ട്രാൻസ്ഫോർമേഷൻ. അത് നോൺ കസ്റ്റമർ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനെ കസ്റ്റമർ സെഗ്മെന്റ് ആക്കിയോട് കൂടിയിട്ടുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നേരത്തെ പറയുന്നത്. അപ്പോ ബിസിനസ് മോഡൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എപ്പോഴും മാർക്കറ്റിലെ ഒരു പ്രത്യേക കസ്റ്റമർ സെഗ്മെന്റിനെ മാത്രമായിരിക്കണം എന്നതാണ്. ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഗതിയാണ്. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഈസി ആയി തോന്നും, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഒരു സാധാരണ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ കുറച്ചാൾക്കാർക്ക് വേണ്ടി മാത്രം ഈ ബിസിനസ് ഒതുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആവും, കച്ചവടം പൂട്ടിപ്പോവോ എന്നൊക്കെയുള്ള പല പേടികൾ ഉണ്ടാവും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത കസ്റ്റമർ സെഗ്മെന്റ് അത്യാവശ്യം സൈസും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയാളില്ലാത്തൊരു സെഗ്മെന്റ് നിങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട്
പിന്നെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സൈസ് അവിടെ ഉണ്ട്, പക്ഷെ ആൾക്കാർ അവർക്ക് വേണ്ടി മാത്രം ഹാൻഡിൽ ചെയ്യുന്നില്ല, കേറ്റർ ചെയ്യുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് പിന്നെ വളരെ നല്ലൊരു ഭൂമിയിലേക്ക് പോകും. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യം പറയാം. ബിസിനസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കാലഘട്ടത്തിൽ വലിയ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവാം, ചില മൾട്ടിനാഷണൽ കമ്പനീസ് ആവാം. ഒരു കാലം വരെ ഒരു വലിയ കമ്പനിയാണ്, ലൈക്ക് എവരിബഡി ഈസ് ബൈയിങ് ഫ്രം ദ, ഒരു ഭയങ്കര സംഭവമാണ് അവര്. പക്ഷെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അവരുടെ മാർക്കറ്റ് ഷെയർ എല്ലാം ഇടിഞ്ഞു പോയി. അവരുണ്ടാവും നോക്കിയ മൊബൈൽസിന്റെ കേസ്, പിന്നെ കൊഡാക് ക്യാമറന്റെ കേസ്, ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ്. പിന്നെ നമ്മുടെ നാട്ടുപുറത്ത് നമ്മുടെ നാട്ടിലെ അങ്ങാടികളിലൊക്കെ അങ്ങനത്തെ ഷോപ്പുകൾ ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഇവരെ ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറെ പുതിയ പ്ലേയേഴ്സ് മാർക്കറ്റിൽ ലീഡേഴ്സ് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ടാർഗറ്റ് കസ്റ്റമറിനായിരുന്നില്ല കാറ്റർ ചെയ്തിരുന്നത്. പക്ഷെ എല്ലാ വിഭാഗങ്ങൾക്കും ചിലപ്പോൾ ഇവരെ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവും, പക്ഷെ ആരും പൂർണ്ണമായും സംതൃപ്തരല്ല. പക്ഷെ ഇവർ മാത്രമേ ഇപ്പൊ മാർക്കറ്റ് വലിയ പ്ലെയർ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏക പ്ലെയർ ഇവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഇവരവിടെ ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവർ ഇവരെ പോലെ തന്നെയാണ് ഉള്ളത്, ഓൾഡർ. അപ്പൊ നമുക്ക് അവരറിയാം, അല്ലെങ്കിൽ കാലപ്പഴക്കം ഉണ്ട് എന്നൊക്കെയുള്ള പേരിൽ അവിടെ ബിസിനസ് നടന്നു പോയിരുന്നു. അതിന്റെ ഓണേഴ്സ് വിചാരിച്ചു ഡൂയിങ് എവറിത്തിങ് റൈറ്റ്, നോട്ട്. നാളെ മറ്റന്നാളെ ഒരു വേറെ പുതിയൊരു കോമ്പറ്റീറ്റർ വന്നിട്ട് അതിലൊരു കസ്റ്റമർ സെഗ്മെന്റിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ബിസിനസ് തുടങ്ങുമ്പോൾ ആ കസ്റ്റമർ സെഗ്മെന്റ് അല്ല ഈ ബിസിനസ്സിൽ നിന്ന് കുറച്ചൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ക്ലിയർ? ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിർത്തി, മിസ്സായി എനിക്കറിയില്ല. ബട്ട് വാട്ട് ഐ എം സെയിങ് ഇസ് ദാറ്റ് ചില ബിസിനസ്സുകൾ നമ്മുടെ മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ ഒരു സുപ്രഭാതത്തിൽ പിന്നെ പെട്ടെന്ന് നഷ്ടത്തിൽ പോവുകയും മാർക്കറ്റിന് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോക്കൽ മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും കാണാറുണ്ട്. അതിനൊരു മെയിൻ കാരണം അവര് സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് അവരുടെ അടുത്ത് സാധനം വാങ്ങുന്നുണ്ടാവും, പക്ഷെ ഇത് വ്യത്യസ്തമായ കസ്റ്റമർ സെഗ്മെന്റ്സ് ആണ് ഇവരുടെ അടുത്ത് വാങ്ങുന്നത്. കാരണം ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഓൺ എനിബഡി. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ കസ്റ്റമർ സെഗ്മെന്റ് ഇവരുടെ അടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. അവരൊരിക്കലും പൂർണ്ണമായി സംതൃപ്തരല്ല ഈ ഒരു ബിസിനസ്സിൽ. കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങളും ആ ബിസിനസ് നിറവേറ്റുന്നില്ല, പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല, ഇവർ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇവരെ പോലെ തന്നെയാണ്, ബട്ട് ദേ ആർ ബിഗർ, അല്ലെങ്കിൽ ഇവരെ നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല റീസൺ കൊണ്ടായിരുന്നു അവർ ഇത്രയും കാലം ലീഡർ അങ്ങോട്ട് മാർക്കറ്റിൽ പോയിരുന്നത്. പക്ഷെ അതിന്റെ ഇടയിലായിരിക്കും ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പുതിയൊരു കമ്പനി വന്നിട്ട് ഇവരുടെ കസ്റ്റമർ സെഗ്മെന്റിൽ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ആ വിഭാഗം എല്ലാം ഈ ബിസിനസ് ഡിസപ്പിയർ ചെയ്യും. അപ്പൊ ഇവരെ സെയിൽ അത്രയും കുറയും. ആൻഡ് ദേ ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻ. അവർ ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെ ഓരോ പുതിയ ബിസിനസ്സുകൾ വന്നിട്ട് ഇവരുടെ ഓരോ കസ്റ്റമർ സെഗ്മെന്റ് കസ്റ്റമൈസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നിടത്തോളം ഇവരുടെ ബിസിനസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവർ പൂട്ടേണ്ടി വരും. കാരണം അൾട്ടിമേറ്റ്ലി ആർക്കും ഇവർ വേണ്ടാത്തൊരവസ്ഥ വരും. അപ്പൊ ഇത് ബിസിനസ്സുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എസ്പെഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് പിന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന പല കമ്പനികളും ഏത് സുപ്രഭാതത്തിലും ഒരു അറ്റാക്ക് പിടിച്ച് പിന്നെ ജീവൻ പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ ബിസിനസ് മോഡല് തെറ്റാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു കസ്റ്റമർ സെഗ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ഒരു കസ്റ്റമർ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് ഞങ്ങൾ പറയാം. അതായത് സാധാരണ ബിസിനസ്സുകൾ കൊടുക്കുന്നത് പ്രൊഡക്ട്സും സർവീസസും ആണല്ലോ. അതായത് ഒന്നുകിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ആക്ച്വലി നമ്മളതിനെ കാണേണ്ടത് വാല്യൂ പ്രൊപ്പോസിഷൻ ആയിട്ടാണ്. അതായത് വാല്യൂ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മാത്രമല്ല അവിടെ കൊടുക്കുന്നത്. നമ്മൾ ആ പ്രൊഡക്റ്റിനെ പിന്നെ ആ പ്രൊഡക്റ്റിൽ നമ്മുടെ ബ്രാൻഡ് ഇമേജ് പോകുന്നുണ്ട്, കൺവീനിയൻസ് പോകുന്നുണ്ട്, ഇമേജ് പോകുന്നുണ്ട്, പല കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്മോഡിറ്റി ലെവൽ പ്രൊഡക്റ്റ് വാങ്ങാൻ വിചാരിച്ചോളൂ. അതായത് പിന്നെ അരി അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി അതിന്റെ വാല്യൂ പ്രൊപ്പോസിഷൻ വളരെ ലോ ആണ്. അവിടെ ആകെ ഒറ്റ കാര്യമുള്ളൂ, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള അരി, അതിന്റെ സംഗതി, അതായത് ഏതാ കമ്പനി, ഏതാ ബ്രാൻഡ് എന്നുള്ളതൊന്നും അവിടെ പ്രസക്തി ഇല്ല. പലപ്പോഴും നമ്മൾ പലർക്കടയിൽ പോയിട്ട് അരിക്കെന്താ വില എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇതിന് 45, ഇതിന് 55, ഇതിന് 65 എന്ന് കാണിച്ചു തരും. അവിടെ ബ്രാൻഡോ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ല. അപ്പൊ അവിടെ എന്താണ്, വാല്യൂ വളരെ ലോ ആണ്.
ഈ വാല്യൂ വളരെ ലോ ആവുമ്പോൾ ബേസിക്കലി അവിടെ ആകെയുള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈസ് മാത്രമായിരിക്കും. ആ പ്രൈസിന്റെ മുകളിൽ നമ്മളുടെ ഇൻകം അനുസരിച്ചിട്ട് നമുക്ക് വളരെ ലോ ഇൻകം ആണെങ്കിൽ നമ്മൾ ഏറ്റവും ലോ പ്രൈസ് ഉള്ള പ്രൈസിന് പോകും. നമ്മുടെ ഇൻകം വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഉള്ള പ്രൈസിലേക്ക് നമ്മൾ പോകും. പക്ഷെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബിസിനസ് ശരിക്ക് നല്ല വാല്യൂ പ്രൊപ്പോസിഷൻ ഓഫർ ചെയ്യണം. കാരണം ഒരു കസ്റ്റമർ നിങ്ങളടുത്ത് വാങ്ങുമ്പോൾ അയാൾക്ക് ഒരുപാട് ഇമോഷൻസ്, എക്സ്പെക്ടേഷൻസ്, അസോസിയേഷൻസ്, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാരുതി ഷോറൂമിൽ ഒരു കാർ വാങ്ങുന്നതും പിന്നെ ബെൻസിന്റെയോ ഓഡിന്റെയോ അല്ലെങ്കിൽ ലംബോർഗിനിന്റെ ഒക്കെ ഷോറൂമിൽ ഒരു കാർ വാങ്ങുമ്പോഴാണ് എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അവർ കാർ മാത്രമല്ല വെക്കുന്നത് ഹൈ എൻഡ് ഷോറൂമിൽ, ആ ഷോറൂം അതേമാതിരി അതിന്റെ ബ്രാൻഡ്, അതിന്റെ പരസ്യം എല്ലാം അവരെ കസ്റ്റമറിനായിട്ട് എന്ത് ചെയ്യാണ്, കസ്റ്റമർ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു പ്രീമിയം വെഹിക്കിൾ വാങ്ങുമ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും എന്നുള്ള ഒരു ഇമേജ് അവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന ആൾക്കാർ, ഒരാൾ വാങ്ങാൻ പോകുമ്പോൾ അയാൾക്ക് ആ ഒരു ഇമേജ് കിട്ടി എന്നുള്ള ഒരു ഫീലിംഗ് വരികയാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ വാല്യൂ ബണ്ടിൽസ് ആക്കണം. ബണ്ടിൽ എന്ന് കെട്ട്, അത് നമ്മൾ പ്രൊഡക്റ്റ് അങ്ങനെ കൊടുക്കുകയല്ല വേണ്ടത്. ആ പ്രൊഡക്റ്റിന് ചുറ്റും നമ്മൾ ഒരു കെട്ട് കെട്ടണം. അതിൽ നമ്മൾ കുറേ സംഗതികൾ ആഡ് ചെയ്യണം. അത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ എന്താണോ, അവൻക്ക് എന്താണോ, ഏത് രൂപത്തിലാണോ ടാർഗറ്റ് കസ്റ്റമർ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അതിലിടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ബിസിനസിന്റെ ലോഗോ, അതിന്റെ കളർ സ്കീംസ്, അതിന്റെ ഷോറൂം, അതിന്റെ ലേ ഔട്ട്, അതിന്റെ കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്യുന്ന സർവീസസ്, ആഫ്റ്റർ സെയിൽ സർവീസസ്, ബൈയിങ്ങിലും ഡൗൺ എക്സ്പീരിയൻസ്, ഇതെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടാർഗറ്റ് കസ്റ്റമറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ ബണ്ടിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പാക്കേജ് ചെയ്തിട്ട് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ് വളരെയധികം നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും നിങ്ങൾക്ക് പോസിബിൾ അല്ല, നിങ്ങൾക്ക് ഒരിക്കലും വാല്യൂ പ്രൊപ്പോസിഷൻ പോസിബിൾ അല്ല നിങ്ങൾ എല്ലാവരെയും കസ്റ്റമർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഓരോ വരുന്ന കസ്റ്റമർ സെഗ്മെന്റിനും വ്യത്യസ്തമായ വാല്യൂ പ്രൊപ്പോസിഷൻസ് ആയിരിക്കും അവൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് നമ്മൾ എത്ര വില പിടിപ്പുള്ളൊരു ഒരു ബണ്ടിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, ചില കേസിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അവർക്ക് ആവശ്യമില്ലാത്ത വാല്യൂ കൊടുക്കുമ്പോൾ അവർക്ക് തോന്നും ഈ പ്രൊഡക്റ്റ് ശരിക്കും ഓവർ പ്രൈസ്ഡ് ആണ്, ബിക്കോസ് എനിക്കിതൊന്നും ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, നല്ല വാല്യൂ പ്രൊപ്പോസിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റ് അത്രയും എന്തായിരിക്കണം, ഫൈൻ ട്യൂൺഡ് ആയിരിക്കണം. പിന്നെ വരുന്നൊരു കാര്യമാണ് ബിസിനസ് മോഡലിൽ ചാനൽസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം കസ്റ്റമർ നമ്മൾ തീരുമാനിച്ചു, പിന്നെ ആ കസ്റ്റമർ നമ്മൾ എന്ത് കൊടുത്തിട്ട് അവനെ ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളത് ആ വാല്യൂ പ്രൊപ്പോസിഷനിൽ നമ്മൾ ചെയ്തു. പിന്നെ വരുന്ന ചാനൽസ് ആണ്. ചാനൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമർ സെഗ്മെന്റിന് ഈ രൂപത്തിലുള്ള വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അയാൾ അറിയിക്കണമല്ലോ. അപ്പൊ അവരെവിടെ കണ്ടെത്താൻ പറ്റും, അവരെയൊക്കെ നമ്മൾ എങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവരിലേക്ക് നമ്മളെ മെസ്സേജ് എങ്ങനെ എത്തിക്കാൻ പറ്റും, അവരെ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസിനെ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അവരെ കൊണ്ട് എങ്ങനെ ആ ബൈയിങ് പ്രോസസ് ഈസി ആക്കാൻ പറ്റും എന്നുള്ളതാണ് ചാനൽസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ്, നല്ലൊരു കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആസ് ഇൻഫർമേഷൻ ആൻഡ് ആസ് പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഓൺലൈൻ ആണോ, ഹോം ഡെലിവറി ആണോ, ഷോപ്പ് ആണോ, വേറെ ഡൗൺലോഡ് ആണോ, വേറെ ഏത് ഫോർമാറ്റ് ആണോ എന്നുള്ള പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടലി നിങ്ങളുടെ ബിസിനസ്സിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ചില കേസിൽ ചിലപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും നിങ്ങൾ അതേ ഇൻഡസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണത്. കാരണം നിങ്ങളെ നീഷ് കസ്റ്റമർ സെഗ്മെന്റ് സമയത്തോളം അവർക്ക് ആ രീതിയിലാണത് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാർഗറ്റ് കസ്റ്റമർ നിങ്ങൾ കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങും ബഡ്ജറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുക, ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില കമ്പനികളൊക്കെ ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. നമ്മളെന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ പരസ്യം ഈ രൂപത്തിൽ ചെയ്തിട്ട് ഇവരെ കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമറെ കിട്ടുമോ എന്ന് നമ്മൾ ആലോചിക്കും. കാരണം അവരുടെ പ്രൊഡക്റ്റ് അങ്ങനത്തെ വല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് പരസ്യം ചെയ്തിട്ടാണല്ലോ, എല്ലാവരും ചെയ്യുന്നത് ടി വിയിൽ ആഡ് ഇട്ടിട്ടാണല്ലോ എന്നുള്ള നിലക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് എല്ലാ ബിസിനസ്സും മാച്ചിങ് ആവണമെന്നില്ല. അപ്പോൾ കൺസിഡർ എമൗണ്ട് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ബഡ്ജറ്റ് വേസ്റ്റഡ് ആയി പോവുകയാണ്. ഇവർക്ക് ടാർഗറ്റ് കസ്റ്റമർ ഇല്ലാത്തത് കൊണ്ടും, ഇവർക്ക് ആ വാല്യൂ പ്രൊപ്പോസിഷൻ അറിയാത്തത് കൊണ്ടും, ഇവരെ ചാനൽസ് ഇവർ ശരിക്കും പ്ലാൻ ചെയ്യാത്തത് കൊണ്ടും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തേർഡ് സ്റ്റെപ്പാണ് ബിസിനസ് മോഡലിൽ. പിന്നെ വരുന്ന കാര്യമാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇതും ബിസിനസ് മോഡൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഒരു പുതിയ കസ്റ്റമറിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഓഫ് മണി മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ ആ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 0 ആണ്.
കാരണം ഓൾറെഡി നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, അത് അയാൾ യൂട്ടിലൈസ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് അയാൾ വീണ്ടും വരുമ്പോൾ നമ്മൾ വീണ്ടും മാർക്കറ്റ് ചെയ്യാതെയാണ് അയാൾ വരുന്നത്. സോ ദി കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് സീറോ. സപ്പോസ് ഈസ് ബ്രിങ്ങിങ് സമൺ വിത്ത് ഹിം, അതായത് അദ്ദേഹം കസ്റ്റമറെ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, അയാളെ കൂടെ അയാളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ നെയ്ബറിനെ കൂടെ കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് ബോണസ് ആണ്. അവർ മാർക്കറ്റിംഗ് വേണ്ടി സ്പെൻഡ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ബോണസ് ഇൻകം അവർ കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എല്ലാ ബിസിനസ്സും, ഏത് ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആവല് അഗൈൻ ഗോയിങ് ബാക്ക് ആ ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ് ആണ്. ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റിന് എന്താണ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവർക്ക് വാല്യൂ തോന്നാത്തൊരു സംഗതി നമ്മൾ ഒരു റിലേഷൻഷിപ്പ് പ്രോസസ്സിന് ഇട്ടിട്ട് ഒരു കാര്യമില്ല, അത് ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സംഗതി പഠിച്ചിട്ടായിരിക്കണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ മാനേജ്മെന്റ് ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ഒരു നല്ല കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അപ്പാർട്ട് ഫ്രം സെല്ലിംഗ് ദ സെയിം തിങ്സ് നമുക്ക് അപ്സെല് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് അവർ മുമ്പ് വാങ്ങാത്ത പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും സെല് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഇതൊരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്. അത് നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ കസ്റ്റമറിനെ കാണുമ്പോൾ ചിരിക്കണതോ എടുക്കുമ്പോൾ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കണമെന്നല്ല. അതിനെക്കാട്ടിയും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഓരോ ബിസിനസ്സുകൾ ആലോചിക്കണം. അതൊക്കെ ഈ വളരെ ബേസിക് ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൾക്കാർ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഹാവിംഗ് എ ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ്. കാരണം എല്ലാവരും എങ്ങനെ തൃപ്തിപ്പെടുത്താന്ന് അവർക്ക് അറിയില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടി മിനിമം ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികളാണ് അധികം ആൾക്കാർ ചെയ്യുക. ബട്ട് ഇഫ് യു ഹാവ് എ വെരി ടാർഗറ്റ് കസ്റ്റമർ സെഗ്മെന്റ്, നിങ്ങൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്കോ സെക്കൻഡ് ലെവലിലേക്കോ തേർഡ് ലെവലിലേക്കോ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന 4 എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പുതിയ റവന്യൂ സ്ട്രീംസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ശ്രമിക്കണം, എപ്പോഴും പോസിബിൾ ശ്രമിക്കണം. കാരണം ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് ആ ഇൻഡസ്ട്രിയിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റവന്യൂ സ്ട്രീം ഉണ്ടാവും. ഇന്ന ആക്ടിവിറ്റീസിനാണ് നമുക്ക് ഇന്ന റവന്യൂ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ഷോറൂമാണ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഷോറൂമിൽ സ്വാഭാവികമായി റവന്യൂ സ്ട്രീം നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്ട്സ് ആണ്, റൈറ്റ്? പക്ഷെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ റവന്യൂ സ്ട്രീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ആ ഷോറൂമിന്റെ ഉള്ളില് നമുക്ക് നമ്മുടെ സപ്ലൈയേഴ്സിന് അഡ്വർടൈസ്മെന്റ് പൈസ വാങ്ങാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ ഉള്ള ഒരു സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് റവന്യൂ കിട്ടാൻ പറ്റുമോ? സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ഉള്ളൊരു പ്രാക്ടീസ് ആണ്. പക്ഷെ അതൊരു ഇന്നോവേഷൻ ആണ്. ഒരു കാലഘട്ടത്തിൽ ഇന്നോവേഷൻ. ആദ്യം ഒരു സപ്ലൈസ് സാധനം വാങ്ങിയിട്ട് ഡിസ്പ്ലേയിട്ട് വിൽക്കലായിരുന്നു. ഇപ്പൊ വലിയ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ ഷെൽഫില് സപ്ലയറിന് സാധനം വെക്കാൻ വേണ്ടി റെന്റ് അവർ വാങ്ങുന്നുണ്ട്. അവരുടെ പ്രൊഡക്ട്സ് ബാർകോഡ് അടിക്കാൻ വേണ്ടിയിട്ട് ബാർകോഡ് ഫീസ് വേറെ വാങ്ങുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, ആരാണോ ഇവർക്ക് സാധനം വിൽക്കുന്നത് അവരുടെ തന്നെ പണം ഇങ്ങോട്ട് വാങ്ങുന്ന സിസ്റ്റംസിലേക്ക് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സ് അവരുടെ ബിസിനസ് മോഡൽ റീ എഞ്ചിനീയർ ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയ ഓരോ മാർഗ്ഗങ്ങളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ന്യൂ റവന്യൂ സ്ട്രീംസ്. അല്ലെങ്കിൽ സാധാരണ ഗ്രോസറി റവന്യൂ സ്ട്രീം എന്താണ്, സപ്ലൈയുടെ സാധനം വാങ്ങുന്നു, ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന മാത്രം റവന്യൂ. ഇപ്പൊ ആരെ സാധനമാണോ നമ്മൾ വിൽക്കുന്നത് അവരെടുത്ത് പോലും പണം വാങ്ങാനുള്ള ബിസിനസ് മോഡൽസ് ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള ഇന്നോവേഷൻസ് നമ്മൾ റവന്യൂവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നേരത്തെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കസ്റ്റമർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? കസ്റ്റമർ ഫീൽ ചെയ്യും ഇതെല്ലാം. പുതിയൊരു വാല്യൂകൾ കൊടുക്കുമ്പോൾ, ചാനൽ അപ്രോച്ച് ചെയ്യുമ്പോൾ, കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, റവന്യൂ ചാർജ് ചെയ്യുമ്പോൾ ഒക്കെ അവർ അറിയുന്നുണ്ട്. ഇനി അവർ അറിയാത്തൊരു സൈഡാണ് ബാക്ക് എൻഡ് ബിസിനസ് മോഡൽ വരുന്നത്. അത് ഈ സംഗതികളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അൺകൺവെൻഷണൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വീണ്ടും ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി ലെവലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് മോഡലോ അല്ലെങ്കിൽ പ്രൊആക്റ്റീവ് ഒന്നല്ലാത്ത, നേരത്തെ പറഞ്ഞ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണ് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഗ്രോസറി നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് ട്രഡീഷണലി വളരെ ലിമിറ്റഡ് ആണ്. പർച്ചേസ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, കസ്റ്റമർ ഒന്ന് വിറ്റുകൊടുക്കുക, ആ ഒരു 3-4 ആക്ടിവിറ്റീസ് സംഗതി ഒഴിവാകും. ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലോ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അവർക്ക് പർച്ചേസിങ് കഴിഞ്ഞാൽ പ്രോപ്പർ വെയർ ഹൗസിംഗ് ഉണ്ടാവും. ആ പ്രോപ്പർ വെയർ ഹൗസിംഗിന്റെ ഇടയിൽ ബാർകോഡിംഗ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഷോറൂമിൽ വെറുതെ വെക്കുകയല്ല, അവിടെ മെർക്കൻഡൈസിംഗ് ആണ് നടക്കുന്നത്. അവരെ സ്റ്റാഫിലുള്ള ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവർ ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും. കസ്റ്റമർ വന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്രോസസ് ഉണ്ടാവും. അപ്പൊ ഈ ഓരോ പ്രോസസ്സും ഓരോ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ്. സാധാരണ ആ ഇൻഡസ്ട്രിയിൽ ചെയ്യാത്ത, കൺവെൻഷൻ അല്ലാത്ത, അല്ലെങ്കിൽ യുണീക്നെസ് കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആക്ച്വലി മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്.
എന്നിട്ട് അതിനുള്ള പ്രൊവിഷൻസ് നമ്മൾ ചെയ്യണം. പിന്നെ വരുന്ന സംഗതിയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്താലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാല്യൂ പ്രൊപ്പോസിഷനും കസ്റ്റമർ റിലേഷൻഷിപ്പും റവന്യൂവും ചാനൽസ് ഒക്കെ ഉണ്ടാവുക ഈ ആക്ടിവിറ്റീസ് ചെയ്താൽ. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബിസിനസ്സിന് എന്തൊക്കെ റിസോഴ്സസ് വേണം? അത് അസറ്റ് ആവാം, മാൻ പവർ ആവാം, മാൻ പവർ പുതിയ ഡെസിഗ്നേഷൻ, സാധാരണ ഇല്ലാത്ത ഡെസിഗ്നേഷൻസ് ആവാം, ഇൻഫ്രാസ്ട്രക്ചർ ആവാം, ചിലപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആവാം, പലതും ആവാം. എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെങ്കിലാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു സംഗതിയാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഇന്നത്തെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേൾഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സിൽ നമ്മൾ പിന്നെ സങ്ക് അസറ്റ്സിലോ സങ്ക് റിസോഴ്സിലോ നമ്മൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നാളെ പെട്ടെന്ന് പ്ലാറ്റ്ഫോം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്, നമ്മുടെ അസറ്റ്സ് ഒക്കെ ലയബിലിറ്റി ആയി മാറുന്ന അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ലീൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ലീൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു പിന്നെ ഫാറ്റ് ശരീരത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് രൂപത്തിലും സാഹചര്യത്തിനനുസരിച്ച് മാറാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് നമ്മളെക്കാട്ടി നല്ലപോലെ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അസറ്റ്സ്, മാൻ പവർ, ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സസ്, ഇതിൽ ഏതൊക്കെ റിസോഴ്സസ് നമ്മളെക്കാട്ടി നല്ലപോലെ പിന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പല ആക്ടിവിറ്റീസും നമ്മൾ ഫ്രീ ആവുകയാണ്. അതുണ്ട്, നമ്മളെക്കാട്ടി നല്ലപോലെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തു തരുന്നുണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ സമയത്തോളം അത് നമ്മുടെ ഒരു ബാധ്യത അല്ല, നമ്മൾ ഈ റിസോഴ്സ് ഒന്നും നമുക്കൊരു ലയബിലിറ്റി അല്ല. മറിച്ച് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, കോർ ആക്ടിവിറ്റീസ്, അതിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് സ്ട്രാറ്റജിക് പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന കോസ്റ്റ് സ്ട്രക്ചേഴ്സ് ആണ്. കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ കാപ്പെക്സ് ആയിട്ടും ഓപ്പെക്സ് ആയിട്ടും എന്തൊക്കെ എക്സ്പെൻസസ് വരും എന്നുള്ളത് നിങ്ങൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഏതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും, ഏതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ വേണം. കാരണം ഈ കോസ്റ്റ് ഫാക്ടേഴ്സ് ആണ് നിങ്ങളെ ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യണത്, നിങ്ങളെ പിന്നെ ഇക്വിറ്റിനെയും ഡെപ്റ്റിനെയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യണ പല ഫാക്ടേഴ്സ് ആണ്. അതിപ്പം വേറെ ടോപ്പിക് അത് ഞാനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ബിസിനസ്സുകൾ പല റീസൺ കൊണ്ട് ഫെയിൽ ചെയ്യും. ഓക്കെ, ബിസിനസ്സുകൾ ഫെയിൽ ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ അതിൽ ഈ പ്രധാനപ്പെട്ട ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്ര നല്ല മാർക്കറ്റ് ആണെങ്കിലും ആ ബിസിനസ് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരൊരിക്കലും ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കാലത്തിനനുസരിച്ച് മാറൂല. കാലം കൊണ്ടുവരുന്ന പിന്നെ ചേഞ്ചസിന് അവർ ത്രെറ്റ് ആയിട്ടാണ് കാണുക, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണില്ല. സോ ദേ ആർ ബേസിക്കലി ഹോപ്പ്ലെസ്. പിന്നീട് ബിസിനസ്സുകൾ ഫെയിൽ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ബിസിനസ് മോഡലാണ്, ഒരു ബാഡ് ബിസിനസ് മോഡലാണ്. കാരണം അവരെപ്പോഴും ഒരു കസ്റ്റമർ സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യാതെ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് കസ്റ്റമൈസ് ചെയ്യാത്തത് കൊണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കൊണ്ടാണ് അധികം ബിസിനസ്സുകളും ഒരു ഡിസ്റപ്ഷൻ വരുമ്പോൾ ഫെയിലിയർ ആണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, മാർക്കറ്റിൽ വലിയൊരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് പല ആൾക്കാരും പൊളിഞ്ഞു പോകുന്നത്. അതിന് കാരണം എന്താണെന്നറിയാം, ആ ബിസിനസ്സുകൾ ഒരു ഫേക്ക് ആയിട്ടായിരുന്നു സക്സസ്ഫുൾ ആയിരുന്നത്. ഫേക്ക് ആയിട്ട് സക്സസ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാരെ പറ്റിക്കാനുള്ള ആൾക്കല്ല, ആ ബിസിനസ് ശരിക്കും സക്സസ് ആവേണ്ട ഒരു ബിസിനസ് അല്ല. പക്ഷെ വേറെ പല കാരണം കൊണ്ട്, മോണോപ്പൊളി കൊണ്ടോ അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ മറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടോ അവരിങ്ങനെ വെറുതെ നിന്ന് പോവുകയായിരുന്നു. വേറെ ഒരു മാർക്കറ്റ് ഡിസ്റപ്ഷൻ സംഭവിക്കുമ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ സ്ഥിതിവിശേഷം മാറുമ്പോൾ ഇവരെ പെട്ടെന്ന് ഒഴിവാക്കി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ പിന്നെ ഡിമോണിറ്റൈസേഷൻ വരുമ്പോൾ, GST വരുമ്പോൾ, പിന്നെ ഇങ്ങനത്തെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം. അവരെ ടിപ്പിംഗ് പോയിന്റ് എത്തുന്നതിന് അപ്പുറത്തേക്ക് കസ്റ്റമർ അവരെ ടോളറേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ടാർഗറ്റ് കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുകയും അവർ മാറുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറുകയും ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബിസിനസ് മോഡലും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. യു കാൻ ഹാവ് എ ബിസിനസ് മോഡൽ ഫോർ ദ നെക്സ്റ്റ് 100 years. അങ്ങനത്തെ സംഭവമില്ല. ബിസിനസ് മോഡൽ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളെ കസ്റ്റമർ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോ പിന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് അല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് വേൾഡിൽ ഒരു 4 to 5 generations ആണ് ജീവിക്കുന്നത്. ബേബി ബൂമേഴ്സ്, ജനറേഷൻ X, ജനറേഷൻ Y, പിന്നെ ജനറേഷൻ Z, പിന്നെ അതിനുശേഷം ആൽഫ. ഈ 5 ജനറേഷനും ഡിഫറെന്റ് ആണ് ഇൻ എവറി സെൻസ്. അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കപ്പാസിറ്റീസ്, എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. എന്ന് മാത്രമല്ല ഈ പഴയ ജനറേഷൻസ് മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, കമ്പനികളെ സമയത്തോളം അവരാണ് ടാർഗറ്റ് സെഗ്മെന്റ് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുകളുടെ ബിസിനസ് മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബിസിനസ്സുകൾ പുതിയ കസ്റ്റമർ സെഗ്മെന്റിലേക്കും പുതിയ ജനറേഷനിലേക്കും മാറുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ കസ്റ്റമേഴ്സിന്റെ ടെക്നോളജി ഇൻഡ്യൂസ്ഡ് ആയിട്ട് അവരുടെ പിന്നെ ബിഹേവിയർ പാറ്റേണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലേക്ക് എപ്പോഴും ഇവരൊരു കണ്ണുണ്ടായിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്താണോ പുതിയ ട്രെൻഡ്, ആ ട്രെൻഡിലേക്ക് ഇവരെ ബിസിനസ് മോഡൽ എന്ത് ചെയ്യണം,
മെല്ലെ മെല്ലെ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ബിസിനസ്സിന് എന്തുണ്ട്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതിന്റെ ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ്സ്. ഐ ഹോപ്പ് നെറ്റ്വർക്ക് ഡിസ്ട്രപ്ഷൻസ് കാരണം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാതെ ലൈക്ക് എല്ലാ പാർട്ടും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു. കേട്ടിട്ടുണ്ട് സാർ, കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഡാറ്റന്റെ വിഷയങ്ങളൊക്കെ എങ്കിലും ഇനി നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ ചോദിക്കാനായിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ആവശ്യമാണ്. അപ്പോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാറോട് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം. ചോദിക്കാവുന്നതാണ് സാറ്. അത് വിഷയം ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലാന്നാണ് വിചാരിക്കുന്നത്. സിദ്ധാണ് സർ. ഞാൻ പാസ് ഔട്ട് ആയ സ്റ്റുഡന്റ് ആയിരുന്നു MESല്. ഈ ടാർഗറ്റ് മാർക്കറ്റ് പറഞ്ഞല്ലോ, ശ്രദ്ധിക്കേണ്ട എന്താ? ക്ലിയർ ആയില്ല സർ. മാർക്കറ്റിനെ ടാർഗറ്റ് നമ്മള് നെറ്റ്വർക്ക് ക്ലിയർ അല്ല. എന്റെ സൈഡിലാണോ നിങ്ങളുടെ എന്തായാലും സർ കേൾക്കുന്നില്ല. മറ്റെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മറ്റുള്ള കൊടുക്കാം. ഓക്കെ, ഷിജിൻ ചോദിക്കുന്ന ഒരു മെസ്സേജ്, ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ല. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ആ ഒരു കസ്റ്റമർ സെഗ്മെന്റ് സൈസാണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈസ് വളരെ ലോ ആയി കഴിഞ്ഞു. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വളരെ മൈക്രോ ലെവലിൽ പോകുമ്പോൾ ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോപ്പുലേഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റബിളി ഓടാനുള്ള ഒരു അത്ര സൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എടുക്കാൻ പാടില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഒരു മാർക്കറ്റ് സെഗ്മെന്റ് സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റമർ സെഗ്മെന്റ് കിട്ടും. ആ ഓരോ സെഗ്മെന്റ് ഏകദേശം കറക്റ്റ് ഡീറ്റെയിലും കിട്ടൂല, പക്ഷെ എന്നാലും ഒരു അസംഷനിൽ ഏകദേശം എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളുടെ മാർക്കറ്റിന് നിങ്ങൾക്ക് ഒരു ബിസിനസ് നടത്താൻ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 ആൾക്കാർ ഡെയിലി നിങ്ങളുടെ ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ
ആൻഡ് ബേസിക്കലി അത് മാസത്തിൽ ഒരിക്കലും അവർ വരുള്ളൂ എന്നുണ്ടെങ്കിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് 30,000 മിനിമം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഒരു മാസം വേണം അല്ലെ. അപ്പൊ ഈ 30,000 കസ്റ്റമേഴ്സ് മിനിമം മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആൻഡ് ലെറ്റസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്താലും ഒരു 25% ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1.2 ലാക്ക് ആൾക്കാരുള്ള ഒരു സൈസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ത്രെഷോൾഡ്. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് സെഗ്മെന്റിന് പിന്നെ ആ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ റിസർച്ചിന് അടിസ്ഥാനം കിട്ടിയ ഡാറ്റ വെച്ച് ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ താഴത്തേക്ക് ഇങ്ങനെ വരണം. ഏറ്റവും കൂടുതലുള്ള സെഗ്മെന്റ് എത്ര, പിന്നീടുള്ള സെഗ്മെന്റ് എത്ര, അങ്ങനെ വന്നിട്ട് 1.2 ലാക്സിന് താഴെ വരുന്ന സെഗ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. കാരണം ആ വോളിയം കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. എന്നിട്ട് ഇതിന് മുകളിലുള്ള പിന്നെ സെഗ്മെന്റ്സിൽ ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുക, ആരാണ് ഏറ്റവും കൂടുതൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ പിന്നെ അവരെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വേറെ കാര്യമുണ്ട്, ആ ഒരു കസ്റ്റമർ സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി നിങ്ങൾക്ക് വേണം. അത് ചിലപ്പോൾ ക്യാപിറ്റൽ കപ്പാസിറ്റി ആവാം, പിന്നെ നോഹൗ കപ്പാസിറ്റി ആവാം, ബ്രാൻഡ് കപ്പാസിറ്റി ആവാം. അതൊരു ഫാക്ടറാണ്. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റും കൂടി ആയിരിക്കണം അത്. സോ ദ നമ്പർ ഈസ് ഇമ്പോർട്ടന്റ് ആൻഡ് കപ്പാബിലിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ ആ വിഷയത്തിൽ നോക്കേണ്ടത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതുകൊണ്ട് തന്നെ കുറെ സമയം എടുക്കുകയാണെങ്കിൽ പലരുടെ ഡാറ്റ കഴിയുന്ന വിഷയങ്ങളൊക്കെ വരാം, വീഡിയോ അതുകൊണ്ട്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. നമ്മളെ വീഡിയോ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ പലർക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഉണ്ടെങ്കിൽ ചോദിക്കാം. പലരും പല ബിസിനസ്സുകളും ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ ഓഡിയൻസ് ആയിട്ട് തന്നെ. അവരെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അതേടക്ക് എനിക്ക് പിന്നെ അന്ന് ഞാൻ ഷെമീൻ സാറോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഈ BCom കഴിഞ്ഞ സ്റ്റുഡൻസിനും BBA കഴിഞ്ഞ സ്റ്റുഡൻസിനും MBA കഴിഞ്ഞ സ്റ്റുഡൻസിനും നമ്മളൊരു ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് പലപ്പോഴും കോളേജ് കഴിഞ്ഞ സ്റ്റുഡൻസിന് റിയൽ ജോബിലേക്ക് കയറി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കോർപ്പറേറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേടികൾ ഉണ്ടാവും. അതായത് അവിടെ ചെന്നിട്ട് എങ്ങനെ ജോലി ചെയ്യും, അവിടുത്തെ ജോബ് എൻവയോൺമെന്റ് എങ്ങനെ ആയിരിക്കും, അവരെന്താ നമ്മളിടുന്ന് എക്സ്പെക്ട് ചെയ്യുക, അവരൊരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ചെയ്യും, നമ്മളതെങ്ങനെ മനസ്സിലാക്കും, നമ്മളതെങ്ങനെ ടീമിൽ വർക്ക് ചെയ്യും എന്നൊക്കെയുള്ള ഒരുപാട് ഇൻഹിബിഷൻസ് ആണ് പല ആൾക്കാരും ഈ കോർപ്പറേറ്റ് ലെവലിലുള്ള നല്ല നല്ല പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പോലും മടിക്കണത്. അവർ സാധാരണ ലോക്കൽ ജോബ്സും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള മെയിൻ കാരണം ആ ഒരു ഇൻഹിബിഷൻ കാരണം കൊണ്ടാണ്. പലപ്പോഴും ഇങ്ങനത്തെ കമ്പനികളുടെ മുമ്പിൽ ഒരു ഇന്റർവ്യൂവിന് പോയി നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവിടെ ആ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെയുള്ള കുറെ ഇൻഹിബിഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൺസൾട്ടിങ് ഫേം ആയതുകൊണ്ട് പല തരത്തിലുള്ള കമ്പനികളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പല റിക്രൂട്ട്മെന്റ് പാനൽസ് ഞങ്ങളാണ് ഇരിക്കലുണ്ടാവും ഒരു ക്ലയന്റിന്റെ കൂടെ ആൾക്കാരെ സെലക്ട് ചെയ്യാനൊക്കെ. അപ്പൊ അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ കാൻഡിഡേറ്റ്സ് ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോഴും പിന്നീട് ജോബിലേക്ക് പിന്നെ ഓൺബോർഡ് ചെയ്യുമ്പോഴും ആ ഒരു പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവാറുണ്ട് അവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 months പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒക്ടോബറിലാണ് അതിന്റെ October 15th സെക്കൻഡ് വീക്കിന് ശേഷം ക്ലാസ് സ്റ്റാർട്ട്, അതിന്റെ ആ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അത് ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പോലെയല്ല, അത് ആക്ച്വലി ഓൺ ദ ജോബ് ആയിരിക്കും അവരുണ്ടാവല്. അപ്പൊ ആ ജോബ് എൻവയോൺമെന്റിൽ ഒരു സീനിയേഴ്സിന് പിന്നെ സുപ്പീരിയേഴ്സിനോട് സൂപ്പർവൈസേഴ്സിനോട് സംസാരിക്കുന്ന രൂപത്തിൽ നിന്നായിരിക്കും അതിന്റെ എല്ലാ സിസ്റ്റംസ് ഉണ്ടാവല്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മൾ പേരിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ascglobal.com/gmt. ഓക്കെ സാർ, സാറുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് ഡീറ്റെയിൽസ് ഒന്നുകൂടി കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. സാറ് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് സാറ് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതിയാവും. ഞാൻ കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. സാർ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ സൈറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ നമ്മുടെ പ്രോഗ്രാം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മള് 1 മണിക്കൂറിലധികമായി. ഇത്രയും സമയം വീഡിയോയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡാറ്റ തീർന്നു ഉള്ള ഡാറ്റയുടെ കൺസംഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പലരും ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. ഏതായാലും നമ്മുടെ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനലിൽ അത് കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും കേൾക്കാൻ അവസരം ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ഇനിയും മറ്റുള്ളവർക്കൊക്കെ ഇനിയും പ്രയോജനപ്പെടും. മറ്റുള്ള ബിസിനസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അത് വീണ്ടും കേൾക്കാം. യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് നല്ലൊരു രീതിയിൽ നമുക്കത് ഇനിയും ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും സെഷന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.